Hey guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ നമ്മളൊരു കിളിക്കൂടിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം. തീ കത്തിച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ സവാളയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഒന്ന് സവാള ഒന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പിൻ്റെ ഇലയില്ലേ അതും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടീൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ നമ്മുടെ മസാലയിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തതാട്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ചിക്കനോ ബീഫോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കനും ബീഫോ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കിളിക്കൂടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ എടുത്തത് കാടമുട്ട കേട്ടോ. പിന്നെ ഇതാ ഒരു 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ട് അതിലൊന്ന് പച്ചവെള്ളം ഒന്ന് കലക്കി എടുത്തതാണ്. സേമിയ കേട്ടോ, സേമിയനൊന്ന് പൊടിച്ചെടുത്തതാണ്, കൈ കൊണ്ടൊന്ന് പൊടിച്ചാൽ മതി. പിന്നെ അത് നമ്മുടെ മസാല എടുത്തിട്ട് ഒന്ന് ബോളാക്കിയതിന് ശേഷം അതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കാടമുട്ട വെച്ച് കൊടുത്തത്. എന്നിട്ട് മൈദൻ്റെ മിക്സിയിൽ മുക്കിയതിന് ശേഷം പിന്നെ ഞാൻ സേമിയത്തിൽ മുക്കിയെടുക്കുകയാണ് ചെയ്തത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ എല്ലാം കൂടി ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.